നമസ്കാരം, സ്വാഗതം. ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന, അല്ലേ? അതെ, തീർച്ചയായും. ഭരണഘടനാ ശില്പി എന്ന ചിത്രം. അതെ. എന്നാൽ ആ ചിത്രത്തിനപ്പുറം അദ്ദേഹത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. ഒരു സാമ്പത്തിക വിദഗ്ധന്റെ മുഖം. പലപ്പോഴും നമ്മളത് ഓർക്കാറില്ല. നിങ്ങൾ ഈ ചർച്ചയ്ക്കായി ഡോക്ടർ രാഹുൽ കരത്തിന്റെ ലേഖനം അയച്ചു തന്നപ്പോഴാണ് ഞാനും വീണ്ടും അതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചത്. ശരിയാണ്. അപ്പോ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അടിത്തറയിട്ട ആ അംബേദ്കറെക്കുറിച്ച് സംസാരിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ RBIയുടെ രൂപീകരണത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ പങ്ക് എത്രത്തോളം വലുതായിരുന്നു എന്ന് കണ്ടെത്തലാണ് ഇന്നത്തെ നമ്മുടെ ദൗത്യം. തീർച്ചയായും. അതിന് നമ്മൾ ആദ്യം RBI എന്നൊരു ആശയം വരുന്നതിന് മുൻപുള്ള ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കണം. അതൊരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അതെങ്ങനെയായിരുന്നു? രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ഒരൊറ്റ സ്ഥാപനമാണ്, ബ്രിട്ടീഷുകാരുടെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്നത്തെ പോലെ ഒരു കേന്ദ്ര ബാങ്കില്ല. ഇല്ല. അതിന്റെ ഫലം എന്തായിരുന്നു? സാമ്പത്തികമായി ഒരു സ്ഥിരതയുമില്ല. ബാങ്കുകൾക്ക് അവർക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കാം. ആര് ചോദിക്കാൻ? കൃത്യമായ ഒരു സാമ്പത്തിക നയമില്ല. ഏറ്റവും പ്രധാനമായിട്ട് ബ്രിട്ടീഷ് സർക്കാർ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം കറൻസിയുടെ മൂല്യം തീരുമാനിക്കും, വായ്പകൾ കൊടുക്കും. അതിന്റെ എല്ലാ ദുരിതവും അനുഭവിച്ചതാരാ? സാധാരണ ഇന്ത്യക്കാർ. അപ്പോ ഒരുതരം സാമ്പത്തിക അരാജകത്വമായിരുന്നോന്ന് പറയാം. ഒരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിലേക്കാണല്ലോ അംബേദ്കർ വരുന്നത്. ഒരു സാമൂഹിക പരിഷ്കർത്താവും നിയമജ്ഞനുമായ അദ്ദേഹം എങ്ങനെയാണ് ഈ സാമ്പത്തിക വിഷയത്തിലേക്ക് ഇത്ര ആഴത്തിൽ കടന്നു ചെല്ലുന്നത്? അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തന്നെയായിരുന്നു. കൊളംബിയ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ന്ന് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ പാഠങ്ങൾ പഠിച്ചു. പക്ഷെ അതൊരു പുസ്തകപ്പുഴുവായി ഒതുങ്ങിയില്ല. പ്രായോഗികമായി ചിന്തിച്ചു. അതെ, ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഈ സിദ്ധാന്തങ്ങൾ വെച്ച് എങ്ങനെ പരിഹരിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. സാമൂഹികമായ പിന്നോക്കാവസ്ഥയ്ക്ക് സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ ഒരു പ്രധാന കാരണമാണെന്ന് അദ്ദേഹം തുടക്കത്തിലേ തിരിച്ചറിഞ്ഞിരുന്നു. ഓഹോ, അതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രം അദ്ദേഹത്തിന് വെറുമൊരു പഠന വിഷയമായിരുന്നില്ല, അതൊരു സാമൂഹിക വിമോചനത്തിനുള്ള ഉപകരണം കൂടിയായിരുന്നു. ആ ഒരു ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ അറിവുകൾ വെറും തിയറിയിൽ ഒതുങ്ങിയില്ല. താങ്കൾ പറഞ്ഞതുപോലെ അത് ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്നതിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ശ്രദ്ധ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി എന്ന പുസ്തകം. അതെ, ആ പുസ്തകമാണ് എല്ലാത്തിനും ഒരു തുടക്കമിട്ടത്. 1923 ഇറങ്ങിയ ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ ഒരു സാധാരണ പുസ്തകമായിരുന്നില്ല. അതൊരു ബൗദ്ധികമായ കൊടുങ്കാറ്റായിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ രൂപയുടെ മൂല്യം അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സ്ഥിരതയില്ല. ഇന്നൊരു വില, നാളെ മറ്റൊരു വില. അതെ, ഇന്ന് 10 രൂപയ്ക്ക് കിട്ടുന്നത് നാളെ ചിലപ്പോ 15 രൂപ കൊടുക്കേണ്ടി വരും. ഈ അസ്ഥിരത സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കി. അംബേദ്കർ ഈ പുസ്തകത്തിലൂടെ ചെയ്തത് അതിന്റെ മൂലകാരണം കണ്ടെത്തുകയായിരുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ആരാണിതിനുത്തരവാദി? എന്താണിതിനൊരു ശാശ്വത പരിഹാരം? ഈ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകി. കൃത്യമായ ഉത്തരം നൽകി. ഒരു പുസ്തകം ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കിന് കാരണമായി എന്ന് പറയുന്നത് കേൾക്കുമ്പോഴൊരു അവിശ്വസനീയമായി തോന്നുന്നുണ്ട്. സാധാരണയായി ഇത്തരം വലിയ സ്ഥാപനങ്ങൾ വരുന്നത് വർഷങ്ങളുടെ രാഷ്ട്രീയ ചർച്ചകൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷമല്ലേ? ശരിയാണ്. അക്കാലത്തെ സാമ്പത്തിക വിദഗ്ധരിൽ ഭൂരിഭാഗവും ബ്രിട്ടന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് നയത്തെ പിന്തുണച്ചവരായിരുന്നു. പക്ഷെ അംബേദ്കർ അതിനെ ശക്തമായി ചോദ്യം ചെയ്തു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാദം? ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി ലണ്ടനിലെ സാമ്പത്തിക താൽപ്പര്യങ്ങളുമായി കെട്ടിയിടുന്നത് ശരിയല്ല, അത് ഇന്ത്യയിലെ സാധാരണക്കാരനെ കൂടുതൽ ദാരിദ്ര്യത്തിലാക്കുമെന്ന് അദ്ദേഹം കണക്കുകൾ നിരത്തി വാദിച്ചു. അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ അദ്ദേഹം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗമായി തന്നെ കണ്ടു. ആ വാദങ്ങൾ അവഗണിക്കാനാവില്ലായിരുന്നു. അതെ, അത്രയേറെ ശക്തമായിരുന്നു ആ വാദങ്ങൾ. അതുകൊണ്ടാർക്കും അതിനെ തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. ഇത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാൻ അധികം താമസമുണ്ടായില്ല. അങ്ങനെയാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ വരുന്നത്, അല്ലേ? കൃത്യമായി. ബ്രിട്ടീഷ് സർക്കാർ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക കാര്യങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുന്നു. അതെ, 1926 റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്, നമ്മൾ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നു പറയും. ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് നൽകുക, അതായിരുന്നു ലക്ഷ്യം. അതിലെ അംഗങ്ങളെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നോ? അതെ,
ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധരായിരുന്നു. അവർ ഇന്ത്യയിലെ പല പ്രമുഖരുമായി സംസാരിച്ചു. ആ കൂട്ടത്തിൽ ഡോക്ടർ അംബേദ്കരെയും അവർ ക്ഷണിച്ചു. എനിക്കിവിടെ ഒരു സംശയമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ ലേഖനം വായിച്ചപ്പോൾ നിങ്ങൾക്കും തോന്നിയിരിക്കാം, ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ചൊരു കമ്മീഷൻ, അതും സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളുള്ള ഒരു സർക്കാർ, എങ്ങനെയാണ് ഒരു ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധന്റെ, അതും ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കുന്ന ഒരാളുടെ നിർദ്ദേശങ്ങൾ ഇത്ര ഗൗരവമായി എടുത്തത്? വളരെ നല്ല ചോദ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംബേദ്കറുടെ വാദങ്ങളെ തള്ളിക്കളയാൻ പറ്റുമായിരുന്നില്ല. കാരണം അവ ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അതെ, വൈകാരികമായിരുന്നില്ല, പൂർണ്ണമായും ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പുസ്തകം തന്നെയായിരുന്നു ഏറ്റവും വലിയ തെളിവ്. രണ്ടാമതായി, ഇന്ത്യയിലെ സാമ്പത്തിക അസ്ഥിരത ബ്രിട്ടീഷുകാർക്കും ഒരു തലവേദനയായി തുടങ്ങിയിരുന്നു. ഹോഹോ. കച്ചവടം നടത്താനും ഭരണം മുന്നോട്ടു കൊണ്ടുപോകാനും അവർക്കും ഒരു സ്ഥിരതയുള്ള സാമ്പത്തിക അവസ്ഥ ആവശ്യമായിരുന്നു. അപ്പോ അംബേദ്കർ മുന്നോട്ടുവെച്ചത് കേവലം വിമർശനങ്ങളായിരുന്നില്ല, പകരം വ്യക്തമായ ഒരു പരിഹാരമായിരുന്നു. ഇന്ത്യക്ക് സ്വന്തമായൊരു കേന്ദ്ര ബാങ്ക് വേണമെന്ന പരിഹാരം. അതെ, അതായിരുന്നു ആ നിർണായകമായ നിർദ്ദേശം. അപ്പോ ഒരു കേന്ദ്ര ബാങ്ക് എന്നതിനപ്പുറം അതിന്റെ ഘടനയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അദ്ദേഹം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നോ? തീർച്ചയായും. അദ്ദേഹം വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായി, ഈ കേന്ദ്ര ബാങ്ക് അത് പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കണം. സർക്കാരിന്റെ ഇടപെടൽ പാടില്ല. അതെ, സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം. കാരണം സർക്കാരുകൾക്ക് എപ്പോഴും തിരഞ്ഞെടുപ്പുകൾ ജയിക്കാനുള്ള താൽപ്പര്യങ്ങളുണ്ടാകും. അതിനുവേണ്ടി അവർ സാമ്പത്തിക നയങ്ങളിൽ വെള്ളം ചേർത്തേക്കാം. അത് രാജ്യത്തിന് ദോഷം ചെയ്യും. അത് ഇന്നും വളരെ പ്രസക്തമായൊരു കാര്യമാണല്ലോ. കേന്ദ്ര ബാങ്കിന്റെ സ്വാതന്ത്ര്യം എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. രണ്ടാമത്തെ നിർദ്ദേശം എന്തായിരുന്നു? രണ്ടാമതായി, സ്ഥിരതയുള്ളൊരു കറൻസി നയം, രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുക. ഇത് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വളരെ അത്യാവശ്യമാണ്. സാധാരണക്കാരന്റെ ജീവിതച്ചെലവ് കൂടുന്നത് തടയാൻ ഇത് സഹായിക്കും. ശരി, പിന്നെ? മൂന്നാമതായി, ബാങ്കിംഗ് മേഖലയിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. എന്തുകൊണ്ട്? കാരണം അക്കാലത്ത് ബാങ്കുകൾ പൊളിയുന്നതൊരു സാധാരണ സംഭവമായിരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സാധാരണക്കാരന്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടും. ഈ സാമ്പത്തിക ചൂഷണം തടയണമെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. അവസാനത്തെ പോയിന്റ് കേൾക്കുമ്പോൾ അത് വെറുമൊരു സാമ്പത്തിക നിർദ്ദേശമായി തോന്നുന്നില്ല. അതിനൊരു സാമൂഹികമായ കാഴ്ചപ്പാടുണ്ടല്ലേ? തീർച്ചയായും. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ അന്ന്. ഒരു സാധാരണ കർഷകനോ തൊഴിലാളിക്കോ ബാങ്കിംഗ് സിസ്റ്റത്തിൽ എന്ത് സുരക്ഷയാണുണ്ടായിരുന്നത്? അവരുടെ സമ്പാദ്യം മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഇവിടെയാണ് നമ്മൾ അംബേദ്കർ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെയും സാമൂഹിക പരിഷ്കർത്താവിനെയും ഒരുമിച്ചു കാണുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ബാങ്ക് എന്നത് പണമിടപാടുകൾ നിയന്ത്രിക്കാനുള്ള ഒരു സ്ഥാപനം മാത്രമല്ല. അതിനുമപ്പുറം അത് സാധാരണക്കാരന് സാമ്പത്തിക സുരക്ഷ നൽകുന്നൊരു കവചം കൂടിയാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാതെ സാമൂഹിക സമത്വം അസാധ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് സാമ്പത്തിക ചൂഷണം തടയുക എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന് പിന്നിൽ സാമൂഹിക നീതി എന്ന വലിയൊരു സ്വപ്നം കൂടിയുണ്ടായിരുന്നു. അപ്പോ ഈ നിർദ്ദേശങ്ങളെല്ലാം ഹിൽട്ടൺ യങ് കമ്മീഷൻ സ്വീകരിച്ചു. അതിൽ നിന്നാണോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്? അതെ, ഹിൽട്ടൺ യങ് കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ ഇന്ത്യയ്ക്കൊരു കേന്ദ്ര ബാങ്ക് വേണം എന്നതായിരുന്നു. അംബേദ്കറുടെ ആശയം. അതെ, ഈ ശുപാർശയുടെ ബൗദ്ധികമായ അടിത്തറ ഡോക്ടർ അംബേദ്കർ നൽകിയ ആശയങ്ങളായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് സർക്കാർ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കുന്നത്. അങ്ങനെ 1935 ഏപ്രിൽ 1 RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രവർത്തനം തുടങ്ങി. അതായത് അംബേദ്കറുടെ പുസ്തകത്തിലെ ആശയങ്ങൾ ഒരു നിയമമായി പിന്നീടൊരു സ്ഥാപനമായി രൂപാന്തരപ്പെട്ടു. RBIയുടെ പ്രവർത്തന തത്വങ്ങളിൽ, അതിൻ്റെ ഒരു DNA-യിൽ തന്നെ അംബേദ്കറുടെ ചിന്തകളുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയുമോ? നിസ്സംശയമായും. RBIയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളായ കറൻസി മാനേജ്മെന്റ്, സർക്കാരിന്റെ ബാങ്കറായി പ്രവർത്തിക്കുക, മറ്റു ബാങ്കുകളെ നിയന്ത്രിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അംബേദ്കർ മുന്നോട്ടുവെച്ച ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങൾ അയച്ചു തന്ന ലേഖനത്തിൽ പറയുന്നൊരു പ്രധാന പോയിന്റാണത്. RBIയുടെ രൂപീകരണം എന്നത് വെറുമൊരു ഭരണപരമായ നടപടിയായിരുന്നില്ല,
മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു. ശരിക്കും അംബേദ്കറുടെ ചിന്തകൾക്ക് ജീവൻ വെച്ചതുപോലെയായിരുന്നു RBIയുടെ പിറവി. പക്ഷേ നിങ്ങളയച്ച ലേഖനം സൂചിപ്പിക്കുന്നതുപോലെ അദ്ദേഹത്തിന്റെ ഈ സംഭാവന ഭരണഘടനാ നിർമ്മാണത്തിലുള്ള പങ്കിനോളം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതൊരു വസ്തുതയല്ലേ? എന്തുകൊണ്ടായിരിക്കാം അത്? അതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ ചരിത്രത്തിലെ വ്യക്തികളെ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കും. ശരിയാണ്. അംബേദ്കറെ നമ്മൾ ദളിത് നേതാവായും ഭരണഘടനാ ശില്പിയായും മാത്രം കണ്ടു. ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറയിട്ട ഒരു സാമ്പത്തിക ദാർശനികൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പങ്ക് അത് പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ആ ഒരു പ്രഭയിൽ. അതെ, ആ പ്രഭയിൽ ഈ സാമ്പത്തിക സംഭാവനകൾക്ക് വേണ്ടത്ര തിളക്കം കിട്ടിയില്ലായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ താളുകളിൽ മാത്രമല്ല, ഇന്ത്യൻ രൂപയുടെ ഓരോ നോട്ടിലും ഡോക്ടർ അംബേദ്കറുടെ കയ്യൊപ്പുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണ്. ഇന്ത്യക്ക് ഇത്രയും ശക്തമായൊരു കേന്ദ്ര ബാങ്കിംഗ് സംവിധാനം നൽകിയത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും സാമ്പത്തിക പാണ്ഡിത്യവുമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ കൂടുതൽ ആഴമുള്ളതാക്കാൻ ഈ അറിവ് തീർച്ചയായും നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഒരു സംശയവുമില്ല. ഡോക്ടർ അംബേദ്കറുടെ സാമ്പത്തിക ചിന്തകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാലിക പ്രസക്തിയാണ്. ഏകദേശം ഒരു നൂറ്റാണ്ടു മുൻപ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാന ശിലകളായി നിലനിൽക്കുന്നു. ഒരു സ്വതന്ത്ര കേന്ദ്ര ബാങ്ക്, സ്ഥിരതയുള്ള കറൻസി, നിയന്ത്രിത ബാങ്കിംഗ് സംവിധാനം. ഇവയില്ലാതെ ഒരു ആധുനിക സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ശരിയാണ്. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനം ഇന്ന് ഇത്രയധികം പ്രതിസന്ധികളെ അതിജീവിച്ച് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബൗദ്ധികമായ അടിത്തറ പാകിയവരിൽ പ്രധാനി അദ്ദേഹം തന്നെയാണ്. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും ചിന്തിക്കാൻ ഒരു കാര്യം തരാം. ഒരു നൂറ്റാണ്ട് മുമ്പ് ഡോക്ടർ അംബേദ്കർ സംസാരിച്ചത് ഭൗതികമായ കറൻസിയെക്കുറിച്ചും ബാങ്കുകളെക്കുറിച്ചുമാണ്. സ്ഥിരതയുള്ള കറൻസി, സാമ്പത്തിക ക്ഷേമം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾക്കായിരുന്നു അദ്ദേഹം ഊന്നൽ നൽകിയത്. ഇന്നത്തെ ലോകം ഡിജിറ്റൽ കറൻസികളുടെയും ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയുടെയും കാലമാണ്. ഈ പുതിയ സാമ്പത്തിക ലോകത്ത് അംബേദ്കർ മുന്നോട്ടുവെച്ച ആ പഴയ തത്വങ്ങളെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഇതൊരു വലിയ ചോദ്യമാണ്. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കുക.